സംഭൂതിയും അസംഭൂതിയിൽ നിന്നുമുള്ള രണ്ട് തരത്തിലുള്ള അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഫലം, അതിന്റെ ഫലത്തെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സംഭൂത എന്ന് പറയുന്ന അർത്ഥം? സംഭൂതി അല്ലെങ്കിൽ അസംഭൂതി എന്ന രണ്ട് വാക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സംഭൂത എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, സാക്ഷാൽ ഭഗവാൻ പരംപുരുഷോത്തമനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സർവ കാരണങ്ങൾക്കും ആദി കാരണമായതിനെ ആരാധിക്കുന്നത് കൊണ്ട് അതിനെയാണ് സംഭവാത് എന്ന് ഇവിടെ ഉപയോഗിക്കുന്നു. സംഭൂതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഭഗവാന്, അങ്ങനെയുള്ള ഭഗവാന് എല്ലാത്തിൻ്റെയും, അതായത് എന്താണ്, സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ എല്ലാം അല്ലെങ്കിൽ ഉത്പത്തിയുടെയും സംഹാരത്തിന്റെയും മെയിൻ്റനൻസിന്റെയും എല്ലാത്തിൻ്റെയും കാരണം അല്ലെങ്കിൽ ആദിഭൂതനായതാണ് സംഭവാത് അല്ലെങ്കിൽ സംഭൂത എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശ്രീമദ് ഭാഗവത്തില് അതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നു. ശ്രീമദ് ഭാഗവത്തിലെ ഫസ്റ്റ് ശ്ലോകം തന്നെ എന്താണ്, ഫസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നത്, അതിലൊരു വാക്കുണ്ട്, അഭിജ്ഞസ്വരാട് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ അഭിജ്ഞസ്വരാട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും അറിഞ്ഞവൻ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കോൺഷ്യസ് ആയവൻ എന്നാണ്. കോൺഷ്യസ് ആയവൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഭാവിയിലെ, ഭൂതത്തിലെയും അല്ലെങ്കിൽ ഭൂതം, വർത്തമാനം, ഭാവി, ഈ മൂന്ന് ഇതിനെക്കുറിച്ചും ജന്മാദ്യസ്യതോ എന്ന് പറയുന്ന ആ ശ്ലോകത്തില് അന്യത് ഇതരതസ് ചാർത്തേസ് അഭിജ്ഞസ്വരാട്, ചാർത്തേഷു അഭിജ്ഞസ്വരാട് എന്ന് പറയുന്നു. അഭിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞവൻ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഈ മൂന്നിനെ കുറിച്ചും അറിഞ്ഞവനായ ഒരുവനാണ് ആര്? സാക്ഷാൽ ഭഗവാൻ പരംപുരുഷോത്തമൻ. സോ അത് ആ ഒരു അറിവുള്ളവര് ആരുമില്ല, വേറെ ആരുമില്ലാതെ അറിഞ്ഞവൻ. അത് ഭഗവാനെ സ്വരാട് എന്നുകൂടി വിളിക്കുന്ന എന്താണ്? സർവസ്വതന്ത്രനായവൻ ആണ് ഭഗവാൻ. ശില പ്രഭുപാദിന്റെ ഭാവാർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നു. ശില പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തില് പല വിവരണങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം സംഭൂത എന്നുള്ളതിനൊരർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഇവിടെ ഗുരു പരമ്പരാ സിസ്റ്റത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശില പ്രഭുപാദ് 2-3 ലെവലിൽ നമ്മളെ അതിനെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ വിശ്വാസം എങ്ങനെ ഉണ്ടാവണം, ആ വിശ്വാസം നമുക്ക് ഉണ്ടാകുന്ന വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രവണം എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്, ഗുരു പരമ്പരയിൽ കൂടി വരാത്ത ദ സോ കോൾഡ് ഗുരുസ്, നമുക്കറിയാം ഇന്ന് ധാരാളം ഗുരുക്കന്മാർ നമ്മളുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ്. ആ ഗുരുക്കന്മാർ സമൂഹത്തിൽ വരുന്ന ഈ കാണുന്ന സോ കോൾഡ് ഗുരുക്കന്മാരെന്നാണ് പറയുന്നത്. അവര് ഗുരു പരമ്പരയോ അല്ലെങ്കിൽ അതുപോലുള്ള യാതൊന്നിലൊരു യഥാർത്ഥ ഒഥന്റിസിറ്റി ഇല്ലാതെ വരുന്ന, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഡ്ഢിത്തരമായ ഒരു കാര്യമാണ് എല്ലാ വഴികളും ഒന്നിലേക്ക് എത്തിച്ചേരുന്നു. അത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഒരു കുളത്തിലേക്ക് ഇറങ്ങുന്ന പല വഴികൾ എന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഓരോ വഴികളിൽ കൂടി അല്ലെങ്കിൽ ഓരോരോ പടവുകളിൽ കൂടി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരേ കുളത്തിലേക്കാണ് ചെല്ലുന്നത് എന്ന് കാണിച്ചുകൊണ്ട് പറയുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് പലപ്പോഴും അതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വഴികളും എല്ലാം ഒന്നാണ്. അത് ശില പ്രഭുപാദ് പറയുന്നത് ഒരു വിഡ്ഢിത്തമാണെന്നാണ് ശില പ്രഭുപാദ് പറയുന്നത്. സോ അതിനെക്കുറിച്ച് ശില പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഗുരു പരമ്പര സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണൻ സുപ്രീം പേഴ്സൺ ആണ്. അതാണ് സംഭവാത് എന്ന വാക്കിനെ കുറിച്ചിട്ട് ശില പ്രഭുപാദ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാനെ കുറിച്ചുള്ള എന്താണ് ഭഗവാൻ നമുക്ക് നൽകുന്ന ഉപദേശം, ഭഗവാനെ അറിയുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് ശ്രവണമാണ് എന്നുള്ളതിനെ കുറിച്ചും നമുക്കത് വിശദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ഒന്ന് നോക്കാം എന്താണ് ശില പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നതെന്ന്. സോ അവിടെ ഓക്കെ, ഭാവാർത്ഥം ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കാം, അതിനുശേഷമുള്ളത് ഓരോരുത്തർ വായിക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം എന്താണ് ശില പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ പറയാനുള്ളത്. സന്തുലിത മനസ്കരായ അഭിജ്ഞരിൽ നിന്ന് ശ്രവണം ചെയ്യുന്ന സമ്പ്രദായം ഈ മന്ത്രം വെളിവാക്കുന്നു.
ഭൗതിക ലോകത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിൽ ഒരിക്കലും അസ്വസ്ഥരാവാത്ത വിശ്വസ്യരായ ആചാര്യന്മാരുടെ വചനങ്ങൾ ശ്രവിക്കാത്ത പക്ഷം ആത്മീയ യജ്ഞത്തിന്റെ ശരിയായ സൂത്രവിദ്യ അറിയുകയില്ല. സ്വസ്ഥമാനസനായ ആചാര്യനിൽ നിന്ന് ശ്രുതി മന്ത്രങ്ങൾ അഥവാ വൈദിക ജ്ഞാനം കേട്ട് പഠിച്ചിട്ടുള്ള വിശ്വസ്തനായ ആധ്യാത്മിക ഗുരു വൈദിക സാഹിത്യത്തിൽ പരാമർശിക്കാത്ത യാതൊന്നും ആവിഷ്കരിക്കുകയോ അവതരിക്കുകയോ ചെയ്യുകയില്ല. ഇവിടെ ഒരു യഥാർത്ഥ ഗുരുവിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയാം. നമുക്കത് 1 by 1 നമ്പറായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഭാവാർത്ഥം ഒന്ന് വായിച്ചതിന് ശേഷം. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ പിതൃക്കളെ ആരാധിക്കുന്നവൻ പിതൃക്കളുടെ ലോകത്തിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ തന്നെ കഴിയാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സമഗ്ര ഭൗതികവാദികൾ ഈ ലോകത്ത് തന്നെ ശേഷിക്കുന്നു. മറ്റാരെയും ആരാധിക്കാതെ സർവകാരണനായ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം ആരാധിക്കുന്ന ഭക്തന്മാർ ആധ്യാത്മിക നഭോ മണ്ഡലത്തിൽ അദ്ദേഹത്തെ പ്രാപിക്കുന്നു. വിവിധതരം ആരാധന കൊണ്ട് വ്യത്യസ്ത ഫലം നേടുന്നുവെന്ന് ഈശോപനിഷത്ത് പ്രസ്താവിക്കുന്നു. നാം പരമപുരുഷനെ ആരാധിക്കുന്ന പക്ഷം അവിടുത്തെ അനശ്വരധാമത്തിൽ അവിടുന്നുമായി ചേരുന്നു. സൂര്യദേവനെയും ചന്ദ്രദേവനെയും പോലെയുള്ള ദേവന്മാരെ പൂജിക്കുകയാണെങ്കിൽ സംശയമന്യേ നമുക്ക് അവരുടേതായ ലോകത്തിൽ എത്തിച്ചേരാൻ കഴിയും. ആസൂത്രണ കമ്മീഷനുകളും ഇടതടവില്ലാത്ത രാഷ്ട്രീയ പൊരുത്തപ്പെടലുമായി ഈ ദുരിതപൂർണമായ ലോകത്തിൽ തന്നെ തുടരാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ കഴിയും. സോ വളരെ രസകരമായിട്ട് ശിലപ്രഭുപാദ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മുമ്പേ നോക്കിയ ശ്ലോകത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു അഭിജ്ഞ സ്വരാട് എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ കൂടി പറയുന്നുണ്ട് ഭഗവാന് എല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്നവനാണ്. പക്ഷെ ഭഗവത്ഗീതയിൽ നമുക്ക് ഇതേ ശ്ലോകം കാണാൻ സാധിക്കും. 7-ാമത്തെ അധ്യായത്തില് 26-ാമത് ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാനി ച ഭൂതാനി. ഭൂതാനി വർത്തമാനി ഭവിഷ്യ, ഈ മൂന്നിനെ കുറിച്ചും അറിയുന്നവനാണ്. മാം തു വേദ ന കശ്ചന, എനിക്ക് അറിയാത്തതായി യാതൊന്നുമില്ല അർജുന എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സോ വേദാഹം എന്ന് പറഞ്ഞാൽ ഐ നോ, എനിക്ക് അറിയാം. എന്തറിയാം? സമതീതാനി വർത്തമാനാനി ചാർജുന, വർത്തമാനത്തെ കുറിച്ച്, ദ പ്രസന്റ്, ഐ നോ അബൌട്ട് ദ പ്രസന്റ്. ഭവിഷ്യാനി ച ഭൂതാനി, ഭൂതം വർത്തമാനം ഭവിഷ്യം. അങ്ങനെ മാം തു വേദ ന കശ്ചന, എനിക്ക് അറിയാത്തതായിട്ട് യാതൊന്നുമില്ല അർജുന എന്ന് ഭഗവാനോട് കൺഫേം ചെയ്യും. അതാണ് ഭഗവാന്റെ അഭിജ്ഞ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭിജ്ഞ എന്ന് പറഞ്ഞപ്പോ അതാണ് സംഭൂത എന്ന് പറഞ്ഞാൽ ഹീസ് എവറിത്തിങ്. ഭഗവാൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല. സോ ശിലപ്രഭുപാദിന്റെ ഭാവാർത്ഥത്തില് പറയുന്ന ഒരു കാര്യമാണ് 9-ാമത്തെ അധ്യായത്തില് 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. എന്താണ് പറയുന്നത്? അതിൽ ഓരോ ദേവി ദേവതമാരെയും വർഷിപ്പ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവൻ പിതൃക്കളെ വർഷിപ്പ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നേടുന്നു? ദേവീദേവന്മാരെ വർഷിപ്പ് ചെയ്യുമ്പോൾ എന്ത് നേടുന്നു? ഭഗവാനെ വർഷിപ്പ് ചെയ്യുമ്പം എന്ത് നേടുന്നു? യാന്തി ദേവ വൃതാദേവ പിതൃൻ യാന്തി പിതൃൻ വൃതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മത് യാജിനോ അഭിമാം. അപ്പം പിതൃക്കളെ പൂജിക്കുന്നവനാണ് എങ്കിൽ പിതൃക്കളുടെ ലോകത്തിൽ ചേരുന്നു. ഇവൻ ഭൗതിക ലോകത്തിൽ താമസിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ യെസ് യു ക്യാൻ. പക്ഷെ ഭഗവാനെ മാത്രം ഏക ആശ്രയമായി ഭജിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് നോക്കിയാൽ he will attain the spiritual world അല്ലെങ്കിൽ സ്പിരിച്വൽ സ്കൈ. ദേവതമാരെ വർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ദേവതമാരിൽ എത്തിച്ചേരുന്നു. ഭഗവത്ഗീതയിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. അതേ കാര്യം തന്നെയാണ് ഈശോപനിഷത്ത് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന സോ കോൾഡ് ഗുരുക്കന്മാര് എന്ത് പറയുന്നു? അവര് പറയുന്നത് എല്ലാ വഴികളും ഒരേ സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു. സോ ദാറ്റ് ഈസ് നെവർ പോസിബിൾ. അതായത് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനിന് കയറുകയാണെങ്കിൽ
കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തിന് വരണം. കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തിന് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്തിനുള്ള ടിക്കറ്റ് എടുത്തെങ്കിലേ നമുക്ക് ട്രിവാൻഡ്രത്ത് വരാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഷൊർണൂർ ഇറങ്ങിയിട്ട് ഷൊർണൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് ജയന്തി ജനത ബോംബെയിലേക്ക് പോകുന്ന ജയന്തി ജനതയിൽ കയറി. യെസ്, ഐ നോ ദാറ്റ് എനിക്ക് ജയന്തി ജനതയിലാണ് കയറേണ്ടത്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ജയന്തി ജനതയിലാണ് കയറിയത്. വാട്ട് വിൽ ഹാപ്പൻ? നമ്മളിത് ബോംബെയിൽ കൊണ്ട് എത്തിക്കും. ട്രിവാൻഡ്രത്ത് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കന്യാകുമാരിക്ക് പോകുന്നതിന് പകരം നമ്മളെ ബോംബെയിൽ കൊണ്ട് എത്തിക്കും. സോ എല്ലാ വഴിയും ഒരേ ഡയറക്ഷനിലേക്കല്ല, അല്ലെങ്കിൽ ഒരേ സ്ഥലത്തേക്കല്ല, അല്ലെങ്കിൽ ഒരേ ഡെസ്റ്റിനേഷനിലേക്കല്ല വരുന്നത് എന്നത് സ്പഷ്ടമാണ്. അതൊരു വിഡ്ഢിത്തരമാണ് എന്ന് ശ്രീല പ്രഭുപാദ് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. വിഡ്ഢിയായിട്ടുള്ള ഒരുവൻ മാത്രമേ അതിനെ അങ്ങനെ അംഗീകരിക്കുകയുള്ളൂ. സോ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളുടെ എല്ലാ പാപങ്ങളെയും അല്ലെങ്കിൽ പാപവിമുക്തമാക്കിക്കൊണ്ട്, ജ്ഞാനം കൊണ്ട്, അറിവ് നേടിക്കൊണ്ട് നമ്മളെ ആക്കിയതിന് ശേഷം ആക്കുകയാണ് എങ്കിൽ അങ്ങനെ ഒരു ഭഗവാനോടുള്ള അഹേതുകമായ വിശ്വാസം അല്ലെങ്കിൽ അഹേതുകമായുള്ള ഭഗവത് സേവനം, ഒരു തരത്തിലും വ്യതിചലിക്കാത്ത ദൃഢമായ വിശ്വാസം ഭഗവാനോട് ഉണ്ടാകുകയാണ് എങ്കിൽ ആ കാര്യം നമ്മളെ എല്ലാ തെറ്റായ വഴികളിൽ നിന്നും മാറ്റിക്കൊണ്ട് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശ്രീ പ്രഭുപാദ് അതിനെക്കുറിച്ച് ഓർത്ത് അതിന് വേണ്ട മാർഗം എന്ന് പറയുന്നത് ശ്രവണമാണ്. ആ അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വ്യതിയാനം അല്ലെങ്കിൽ ഒരു മാറ്റമില്ലാത്ത ഒരു വിശ്വാസം, ദൃഢമായ വിശ്വാസം നമുക്ക് ഭഗവാനോട് ഉണ്ടാകണമെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്നത് ശ്രവണം മാത്രമാണ്. ശ്രീ പ്രഭുപാദ് ഇവിടെ ഒരു ആചാര്യന്റെ ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ആചാര്യന്റെ ഗുണത്തെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് ആചാര്യന്റെ ഗുണങ്ങൾ കാണാൻ സാധിക്കുന്നത്? ആചാര്യൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ആചാര്യൻ എന്ന വാക്കിനർത്ഥം? ആചരിക്കുന്നവനാണ് ആചാര്യൻ. അതായത് നമുക്കിപ്പം ധാരാളം ഇപ്പം കേരളത്തിൽ ഇപ്പം ഒരു പഞ്ഞവും ഇല്ലാതെ കിട്ടുന്ന ഒരു സംഭവമാണ് ഭാഗവത സപ്താഹം. മുക്കിനും മൂലയ്ക്കും എല്ലാ കുടുംബക്ഷേത്രങ്ങളും പണ്ടൊക്കെ വളരെ വിരളമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്, മഹാസംഭവമായിരുന്നു സപ്താഹം എന്ന് പറയുന്നത്. ഇപ്പം തീർച്ചയായിട്ടും സപ്താഹം ഒരു മഹാസംഭവം തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും മുക്കിനും മൂലിലും ഒക്കെ ഇഷ്ടംപോലെ സപ്താഹമുണ്ട്. അപ്പൊ ഈ സപ്താഹത്തിനൊക്കെ ഓരോരോ ആചാര്യന്മാരെ കാണാം. പക്ഷെ എന്നാൽ ആചാര്യൻ എന്ന പദത്തിന്റെ അർത്ഥത്തിന് ഉതകുന്നതായ വ്യക്തികളാണോ അവര് എന്ന് നമ്മൾ ഒന്ന് അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ അവലോകനം ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ അളക്കാൻ നമ്മൾ ആരുമല്ല. കാരണം ആ ആളുടെ ഭക്തിയും ആ ആളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അത് മറ്റൊരു വസ്തുത. പക്ഷെ എന്നാലും നമ്മൾ കേൾക്കുന്നത് ആരിൽ നിന്നാണ് എന്ന് നമ്മൾ അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം നമ്മൾ ഐ ഡോണ്ട് വാണ്ട് ടു ബി ചീറ്റഡ്. എന്നെ ആരും ചതിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്ന പോലെ, അങ്ങനെ ചതിക്കണം എന്ന ആഗ്രഹം, സ്വയം ചതിക്കപ്പെടണം എന്ന ആഗ്രഹം ഇല്ലാത്തവർ ഓരോരുത്തരും ഈ ആചാര്യന്റെ ഡെഫിനിഷനെ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പ്ലനേഷനെ, ഈ പറയുന്ന കണ്ടീഷനെ ഒന്ന് അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഫസ്റ്റ് വൺ ശ്രീല പ്രഭുപാദ് പറയുന്നത് എന്താണ്? ഈസ് നെവർ ഡിസ്റ്റർബ്ഡ് ബൈ മെറ്റീരിയൽ ചേഞ്ചസ്. ഭൗതികപരമായ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ ഒരു തരത്തിലും ഡിസ്റ്റർബ്ഡ് ആകാത്ത ഒരുവനാണ് ആചാര്യൻ. അത് ഏത് സെൻസിലെടുത്താലും കുഴപ്പമില്ല. സപ്പോസ് നമ്മളിപ്പോ ഒരു ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ലെവലിൽ നിന്ന് ചിന്തിക്കാന്ന് വിചാരിക്കാം. പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുണ്ടാകുന്ന ഒരുപാട് വ്യതിയാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശാസ്ത്രത്തിൽ ഒരു വ്യത്യാസവുമില്ല. ദാറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ് ജ്ഞാനം. സോ ശാസ്ത്രത്തിൽ വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വ്യത്യാസമില്ലാത്ത ഒരു ശാസ്ത്രത്തിനെ അനുസരിക്കുന്നവനായിരിക്കണം ആചാര്യൻ. അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ ചെയ്യുന്ന ഉണ്ടാക്കിയെടുക്കുന്ന വ്യതിയാനങ്ങൾ ശാസ്ത്രത്തിന് ബാധകമാണോ? അല്ല. ഭൗതികപരമായിട്ടുണ്ടാകുന്ന ഏതൊരു വ്യത്യാസം അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും സ്വയമേ അദ്ദേഹത്തിനും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവനാണ് ആചാര്യൻ. അതായത് സപ്പോസ് എന്താ പറയാ, നമുക്കറിയാം നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ ഒരു ശ്ലോകമുണ്ട്. എന്താണ്? വാചോ വേഗം മനസ്സഹ ക്രോധാ വേഗം
ഉദര ഉപാസ്തവേഗം ജിഹ്വാവേഗം ഉദര ഉപാസ്തവേഗം ഏതാൻ വേദാൻ പൃഥിവീംശ ശിഷ്യാത്. അതായത് ഈ 6 വേഗം, 6 ഏർജസ് അല്ലെങ്കിൽ നീഡ്, ആ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു നീഡ് എന്നല്ല പറയുന്നത്, ആ ഒരു എന്താ പറയാ, വേഗം എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ ഒരു വാക്ക് പറയുക, ത്വര. വെരി ഗുഡ്, താങ്ക് യു മാതാജി. ആ ഒരു ത്വരയെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനാണ് ഒരു യഥാർത്ഥ ആചാര്യൻ. സോ അതാണ് ഭൗതികപരമായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളും അല്ലെങ്കിൽ വ്യതിയാനങ്ങളും അദ്ദേഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ അഫക്റ്റ് ചെയ്യാത്ത ജ്ഞാനവുമാണ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്, അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ആചാര്യന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് കേട്ട് യഥാർത്ഥ ജ്ഞാനത്തെ ഗ്രഹിച്ചവനായിരിക്കണം. സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയുന്നവനാവരുത്. മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ, ജീവിക്കുന്നവനായിരിക്കണം ഒരു ആചാര്യൻ എന്ന് രണ്ടാമത് ശ്രീല പ്രഭുപാദ് പറയുന്നു. മൂന്നാമത് പറയുന്നു, ഒരു വസ്തു പോലും, ഒരു കാര്യം പോലും ശാസ്ത്രത്തിൽ പറയാത്തത് തൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാത്തവനെ ഒരു യഥാർത്ഥ ആചാര്യനെ കരുതാം എന്നാണ് മൂന്നാമത്തെ പോയിന്റ്. ശാസ്ത്രത്തിൽ പറയാത്ത ഒരു കാര്യം പോലും തൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാത്ത വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആചാര്യൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അങ്ങനെയുള്ള ഒരുവൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുവനാണെങ്കിൽ ഒരിക്കലും ഈ ഭൗതികതയുടെ ചുഴലിൽ പെട്ട് അലയുകയില്ല. അങ്ങനെ അലയാത്ത ഒരുവൻ ബിക്കംസ് എ ക്വാളിഫൈഡ് ആചാര്യ. സോ അപ്പൊ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കണ്ടീഷൻ ഒരു യഥാർത്ഥ വ്യക്തി, അല്ലെങ്കിൽ ഒരു നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വ്യക്തി ഒരു യഥാർത്ഥ ആചാര്യനാണോ അല്ലയോ എന്നറിയാനുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് ചില പ്രഭുപാദത്തിൽ പറയുന്നത്? ആർക്ക് പറയാം? 1 നമ്പർ ഇട്ടിട്ട്. ഹരേ കൃഷ്ണ പ്രഭു. എന്തൊക്കെയാണ്? ഭൗതിക ലോകത്തിലെ മാറ്റങ്ങളിൽ അസ്വസ്ഥത വരാത്ത ആള്. ഓക്കെ. ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടത് ഗ്രഹിച്ചിരിക്കുന്ന ആള്. ഒരു വസ്തു പോലും ശാസ്ത്രത്തിൽ പറയാത്തത് അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാത്ത വ്യക്തി. വെരി ഗുഡ്, കറക്റ്റ്. സോ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, 3 കണ്ടീഷൻസ് പാലിക്കുന്ന ഒരുവനാണ് എങ്കിൽ അവനെ ആചാര്യനായിട്ട്, ആ വ്യക്തിയെ ആചാര്യനായിട്ട് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി വരുന്ന, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടി, അല്ലെങ്കിൽ പരമ്പര മാർഗത്തിലൂടെ ജ്ഞാനം സ്വീകരിച്ച് അതിനെക്കുറിച്ച് അതേ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരാചാര്യൻ. സോ അങ്ങനെയുള്ള ഒരു ആചാര്യൻ എന്ന് പറയുമ്പോൾ ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ മഹത്വം എന്ന് പറയുമ്പോൾ, ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ എന്താണ് കാരണം ഭഗവാൻ പറയുന്നത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തുകൊണ്ടാണ് അർജുനന് പറഞ്ഞു കൊടുത്തത് ജ്ഞാനം? അർജുനനും ഭക്തനും സുഹൃത്തുമായതുകൊണ്ട്. വെരി ഗുഡ്. അർജുനൻ ഭക്തനും സുഹൃത്തുമായതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അർജുനന് ഭഗവാൻ കൃഷ്ണ, ആ ശ്ലോകം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് ശ്ലോകത്തിൽ അത് പറയുന്നത്? 4-ാമത്തെ അധ്യായത്തില് 3-ാമത് ശ്ലോകം. ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതദുത്തമം സയേവായം മയാത്യേത്യ യോഗപ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. സോ ഈ രഹസ്യത്തെ പറഞ്ഞു തരാൻ നീയാണ് എന്തുകൊണ്ടും യോഗ്യൻ, കാരണം നീ എൻ്റെ ഭക്തനും സുഹൃത്തുമാകും. യെസ്, ഇതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? ആർക്ക് പറയും? ഈ കാര്യം കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്?
ഒന്നുമില്ലേ? ഹരേ കൃഷ്ണ. ബീനമാതാജി, നമ്മൾ ഭക്തിശാസ്ത്രി ക്ലാസ്സിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് എന്താണ്? എല്ലാരും ഉറങ്ങിയോ? ഹരേ കൃഷ്ണ പ്രഭു. യെസ്. ഭഗവാന്റെ ഭക്തനായി മാറുന്ന ഒരാൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. വെരി ഞാൻ ഗുഡ്, സൂപ്പർ. യെസ്, അതാണ് അതിന്റെ പോയിന്റ്. അതാണ് അതിന്റെ പോയിന്റ്. അതായത് ഭഗവത്ഗീത പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ യഥാരൂപത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അർജുനനെ പോലെ ഭഗവാനുമായി ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് അവിടെ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് നമ്മൾ പറയുന്ന മെയിൻ 5 പ്രൈമറി 5 രസം, 5 മെലോസ്, ദ പ്രൈമറി 5 മെലോസ്, ശാന്ത, ദാസ്യ, സാഖ്യ, വാത്സല്യ, മാധുര്യ. ഈ 5 രസങ്ങളിൽ ഏതെങ്കിലും ഒരു രസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത പൂർണ്ണമായിട്ട് മനസ്സിലാകുള്ളൂ. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. താങ്ക് യു സുലോചന മാതാജി. ഹരേ കൃഷ്ണ. സോ ഇതിന് യാതൊരു വിധമായ മിസ് ഇന്റർപ്രിട്ടേഷനും ഇല്ലാതെ ഭഗവത്ഗീതയെ അതേപോലെ അതേ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഒരു യഥാർത്ഥ ആചാര്യനിൽ കൂടി മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ യഥാർത്ഥ ആചാര്യൻ ആ പരമ്പര വഴി. അങ്ങനെ പരമ്പര വഴി വരുമ്പോൾ ആണ് അതിനകത്ത് യാതൊരു വിധമായ മിസ് ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ അതിനകത്തിൽ ഒരു തരത്തിലുള്ള മിക്സിങ്ങും ഇല്ലാതെ യഥാരൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക് അത് കൊണ്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്വവും നമ്മളുടെ ഉണ്ട്, വിത്തൗട്ട് എനി അഡൾട്ടറേഷൻ. അതുകൊണ്ടാണ് ചില പ്രഭുപാദ് എപ്പോഴും പറയുന്നത് അറിയോ, ഡിവോഷണൽ സർവീസിന് ഒരു പ്രത്യേക പേര്, ഒരു അഡ്ജക്റ്റീവ് കൂടെ ചില പ്രഭുപാദ് ആഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഡിവോഷണൽ സർവീസ് എങ്ങനെയുള്ളതായിരിക്കണം ഡിവോഷണൽ സർവീസ് എന്നാണ് ചില പ്രഭുപാദ് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ കോണ്ടെക്സ്റ്റുമായി റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഭക്തിയുത സേവനം എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ചില പ്രഭുപാദ് പറയുന്നത്. അൺഅലോയ്ഡ് ഡിവോഷണൽ സർവീസ് എന്നാണ് പറയുന്നത്. അൺഅലോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോയ് എന്ന് പറഞ്ഞാൽ സം മിക്സ്ചർ ഓഫ് മെറ്റൽസ്, ഡിഫറെന്റ് മെറ്റൽസ്. അങ്ങനെ യാതൊരു ഒരു തരത്തിലുമുള്ള മിലാവട്ട് അല്ലെങ്കിൽ മിക്സ്ചറും ഇല്ലാത്ത പ്യുവർ ആയിട്ടുള്ളതായിരിക്കണം ഡിവോഷണൽ സർവീസ്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജും. ഒരു തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസും ഇല്ലാതെ നമ്മൾ കഴിഞ്ഞ ഏകാദശിക്കായിരുന്നു ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ ഭഗവത്ഗീത ജയന്തി. ഭഗവത്ഗീത അവതരിച്ച അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണ അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത് കഴിഞ്ഞ ഏകാദശിക്കായിരുന്നു. എല്ലാവരും ഭഗവത്ഗീത വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വായിക്കണമെങ്കിൽ നമുക്ക് 3.5-4 മണിക്കൂറൊക്കെ വേണ്ടി വരും. അറ്റ്ലീസ്റ്റ് മിനിമം 3 hours എങ്കിലും നമുക്ക് വേണം ഭഗവത്ഗീത വായിക്കാൻ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, കുറച്ച് സ്റ്റോറിയൊക്കെ വായിച്ചാൽ സ്പീഡിൽ വായിച്ചാൽ ഒരുപക്ഷെ വായിക്കാമായിരിക്കും കുറച്ച് ഫാസ്റ്റായിട്ട്. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ അർജുനന് 45 മിനിറ്റ് കൊണ്ട് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു കഴിയും. 45 minutes. ആ 45 minutes കൊണ്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അർജുനൻ അതിനെ പ്രോപ്പറായി മനസ്സിലാക്കുകയും ചെയ്തു. പ്രോപ്പറായിട്ട് അർജുനൻ അത് മനസ്സിലാക്കുകയും ചെയ്തു. അത് തന്നെ നമുക്ക് അർജുനന്റെ ക്വാളിഫിക്കേഷനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാട്ട് വാസ് അർജുന? ഹു വാസ് അർജുന? അർജുന ഓഫ് കോഴ്സ് ഭഗവാന്റെ ഒരു സന്തത സഹചാരിയാണ്. അങ്ങനെ സന്തത സഹചാരിയായ ഭഗവാന്റെ ഉത്തമ സുഹൃത്തുക്കളിൽ ഒരുവനായ അർജുനന് ഭഗവത്ഗീത മനസ്സിലാകും. നമ്മൾക്കത് മനസ്സിലാക്കണമെങ്കിൽ അർജുനന്റെ പാതയെങ്കിലും നമ്മൾ പിന്തുടരണം. അതിനെയാണ് ഗുരു ശിഷ്യ പരമ്പര എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമുക്ക് ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, അതായത് ഭഗവാനെ അല്ലെങ്കിൽ സംഭവാത്, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ശാസ്ത്രിക് റെഫറൻസസ് കൺഫേം ദാറ്റ് ലോർഡ് കൃഷ്ണ ഈസ് ദ ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അപ്പൊ ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുമ്പോൾ അത് ആരാണ്, അത് എങ്ങനെയുള്ളവനാണ്, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് പോകാം. എന്നിട്ട് നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ കുറച്ച് അവിടെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു അടുത്ത് വായിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. യെസ്, ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ.
ആരുടെയെങ്കിലും കയ്യിൽ ബുക്കുണ്ടോ? പ്രഭു വായിക്കട്ടെ. വായിച്ചാൽ മതി. ആധികാരികമായ വൈദിക ശാസനങ്ങളിലെവിടെയും ഏതെങ്കിലും പ്രവൃത്തി വഴിയോ ആരെയെങ്കിലും ആരാധിക്കുന്നതിലൂടെയോ ഒരാൾ പ്രസ്തുത ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് പറയുന്നില്ല. അത്തരം മൂഢസിദ്ധാന്തങ്ങൾ ആധികാരിക ഗുരു-ശിഷ്യ പരമ്പരയുമായി ബന്ധമില്ലാത്ത സ്വയംകൃത ഗുരുനാഥന്മാർ ആവിഷ്കരിക്കുന്നവയാണ്. വിശ്വാസ്യനായ ആത്മീയ ഗുരു എല്ലാ മാർഗവും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നയിക്കുമെന്ന് പറയുന്നില്ല. ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ഒരു ടിക്കറ്റ് വാങ്ങിയാൽ മാത്രമേ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂവെന്ന് എല്ലാവർക്കും അറിയാം. കൽക്കത്തയിലേക്ക് ടിക്കറ്റ് കരസ്ഥമാക്കിയ ഒരു വ്യക്തിക്ക് കൽക്കത്തയല്ലാതെ ബോംബെയിൽ എത്താൻ സാധ്യമല്ല. എങ്കിലും ഗുരുവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ എല്ലാ ടിക്കറ്റുകൾക്കും ഒരുവനെ പരമോന്നത ലക്ഷ്യത്തിലെത്തിക്കുവാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നു. അത്തരം പ്രാപഞ്ചികവും അനുരഞ്ജകവുമായ വാഗ്ദാനങ്ങൾ അവരുടെ സ്വനിർമ്മിത ആത്മസാക്ഷാത്കാര രീതികൾ കൊണ്ട് വിജൃംഭിതരാകുന്ന മൂഢാത്മാക്കളെ ആകർഷിക്കുന്നു. എന്നാൽ വൈദിക വിജ്ഞാനം ഇക്കാര്യം ശരിവെക്കുന്നില്ല. അംഗീകൃത ശിഷ്യ പരമ്പരയിൽപ്പെട്ട വിശ്വാസ്യനായ ആത്മീയ ഗുരുവിൽ നിന്ന് ജ്ഞാനം ലഭിക്കാത്ത പക്ഷം അയാൾക്ക് ജ്ഞാനം യഥാരൂപം ലഭിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ 4:2 കൃഷ്ണൻ അർജുനനോട് പറയുന്നു: ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹോ കാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ. ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷിമാർ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും നഷ്ടപ്രായമാവുകയും ചെയ്തു. ഓക്കെ മാതാജി, വേറെ ആരെങ്കിലും വായിച്ചിട്ട് ബാക്കി ആരെങ്കിലും ഒരാൾ വായിച്ചിട്ട്. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. അടുത്തത് ഞാൻ തന്നെ വായിക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഭഗവത്ഗീതയിൽ വർണ്ണിച്ച തരത്തിലുള്ള ഭക്തിയോഗം വികലമാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഭഗവാൻ തന്റെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തും ഭക്തനുമായ അർജുനനെ കൊണ്ട് ശിഷ്യ പരമ്പര പുനഃസ്ഥാപിക്കേണ്ടി വന്നു. തന്റെ ഭക്തനും സ്നേഹിതനും ആയതുകൊണ്ട് മാത്രമാണ് ഭഗവത്ഗീത തത്വങ്ങൾ അർജുനനെ ഗ്രഹിക്കാൻ കഴിഞ്ഞതെന്ന് ഭഗവാൻ അർജുനനോട് വളരെ വ്യക്തമായി പറയുന്നു. 4:3. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തനും സുഹൃത്തുമല്ലാത്ത ഒരാൾക്കും ഗീത മനസ്സിലാക്കാൻ പറ്റില്ല. അർജുനന്റെ പാത പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭഗവത്ഗീത സുഗ്രാഹ്യമാകൂ. ഇതാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. സോ ഇറ്റ്സ് വെരി ക്ലിയർ. അർജുനന്റെ പാത പിന്തുടരുന്ന ഒരുവന് മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ കേട്ടത് കാരണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് കൊണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി ഭാവാർത്ഥം വായിച്ചപ്പോൾ. അപ്പം ഇനി നമ്മളത് അതിനെക്കുറിച്ച് വീണ്ടും ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല. അതല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ വായിച്ച ഭാവാർത്ഥത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ പറയൂ, ക്ലിയർ ആണോ അല്ലയോ എന്ന്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നടക്കാം. ഇന്നത്തെ കാലത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ ജ്ഞാനം വേണ്ടത്ര ഗ്രഹിക്കാത്തവരായി ഈ ഉദാത്ത സംഭാഷണത്തിന്റെ നിരവധി വിവർത്തകരും വ്യാഖ്യാതാക്കളുമുണ്ട്. അത്തരം വ്യാഖ്യാതാക്കൾ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ യഥേഷ്ടം വിവരിക്കുകയും ഗീതയുടെ പേരിൽ സകലവിധ അസംബന്ധങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നു. അത്തരം വ്യാഖ്യാതാക്കൾ ശ്രീകൃഷ്ണനിലോ അവിടുത്തെ അനശ്വര ധാമത്തിലോ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഭഗവത്ഗീത പിന്നെ എങ്ങനെ വിവരിക്കാൻ കഴിയും? സോ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും ഞാൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കൃഷ്ണൻ മാത്രമാണ്. കാരണം അദ്ദേഹത്തിന് മാത്രമേ അത് ഞാൻ എന്ന പദം ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ, അവകാശവുമുള്ളൂ. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്നെ അങ്ങനെ ഭഗവാൻ സ്വയം അതായത് ഓരോ ശ്ലോകവും സപ്പോസ് ഞാൻ പറയുകയാണ്, നമുക്കറിയാം 9-ാമത്തെ അധ്യായത്തിൽ 34-ാമത് ശ്ലോകം, മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേം ഐഷ്യസി സത്യം തേ പ്രതിജാനെ പ്രിയോസിമേ, അല്ലെങ്കിൽ മാമേ വൈഷ്യസി യുക്തയോ ആത്മാനം മത്പരായണ. അതാണ് 9-ാം അധ്യായത്തിൽ 34 പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നു ആ മാം അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്ന് സ്പഷ്ടമായിട്ട് ഭഗവാൻ അവിടെ ഉപയോഗിക്കുമ്പോൾ ആ ഞാൻ എന്ന വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ ആ ശ്ലോകത്തിന് എന്താണ് അർത്ഥം? പിന്നെ ആ ശ്ലോകത്തിന്റെ അർത്ഥമേ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട്
ഭഗവാൻ ഞാൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ചില പ്രഭുപാദ് ഭഗവത്ഗീതയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില പ്രഭുപാദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി എങ്കിലും ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കൂ. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ നമുക്ക് ഭഗവത്ഗീത വെറും ഒരു പുസ്തകം പോലെ തന്നെയാണ്, അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. സോ അതുകൊണ്ടാണ് ചിലപ്പോൾ അത് ഇൻട്രൊഡക്ഷനിലെ പറഞ്ഞൊരു ആദ്യമേ ഒരു നിർദ്ദേശം നമുക്ക് നൽകി, അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി എങ്കിലും ഭഗവാൻ കൃഷ്ണനെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പരംപുരുഷോത്തമനായിട്ട് അംഗീകരിച്ചിട്ട് ഭഗവത്ഗീത വായിക്കുക, എങ്കിലേ അതിന്റെ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആവുകയുള്ളൂ എന്ന് ഇവിടെ പറയുന്നു. ബുദ്ധിശൂന്യരായവർ മാത്രമാണ് ക്ഷണികങ്ങളായ നേട്ടങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ ആരാധിക്കുന്നതെന്ന് ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 20-ാമത് ശ്ലോകം പറയുന്നു. സോ വ്യക്തമായി പറയുന്നു, അവസാനമായി മറ്റെല്ലാ ആരാധനാ രീതികളും ഉപേക്ഷിച്ച് അദ്ദേഹത്തെ മാത്രം ശരണം പ്രാപിക്കാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്? ആദ്യം പറയുന്നു, ബുദ്ധിശൂന്യരായവർ മാത്രമാണ് ക്ഷണികങ്ങളായ നേട്ടങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ ആരാധിക്കുന്നത്. അപ്പൊ എങ്ങനെയുള്ളവർ? അപ്പം ദേവന്മാരെ ആരാധിച്ചാൽ ആരാധിക്കുന്നത് എങ്ങനെയുള്ളവരാണ്? അതുപോലെ അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? കാമൈസ്തൈസ്തൈർ ഹൃതജ്ഞാന പ്രപദ്യന്തേ അന്യദേവതാ തം തം നിയമം ആസ്ഥായ പ്രകൃത്യ നിയതസ്വയ. അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് വെറും നിമിഷ നേരങ്ങൾ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിമിഷ നേരത്തേക്ക് ആസ്വദിക്കാനുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ മാത്രമേ നമുക്ക് അവരിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വെടിഞ്ഞിട്ട് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്ന് ഭഗവാൻ അവിടെ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ താൽക്കാലികമായ ആരാധനകളിലൂടെ ഭൗതിക വിധാനത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. എല്ലാ പാതകളും ഒരേ ലക്ഷ്യത്തിൽ എത്തുമെന്ന തെറ്റായ ധാരണയാൽ അവർ യഥാർത്ഥ പാതയിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നു. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എല്ലാ വഴികളും ഒരേ സ്ഥലത്തേക്ക് എത്തപ്പെടും എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ വഴിതെറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥ വഴിയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുകയില്ല. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ശ്രീ പ്രഭുപാദ് പറഞ്ഞത്. ഈ മന്ത്രത്തിൽ സംഭവാത് പരമോന്നത കാരണത്തെ ആരാധിക്കുന്നതിനാൽ എന്ന പദം ശ്രദ്ധേയമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആദിമനായ പരമദിവ്യോത്തമ പുരുഷൻ. ഈ കാണപ്പെടുന്നതെല്ലാം അദ്ദേഹത്തിൽ നിന്നും ആവിർഭവിച്ചതാണ് എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം ഉദാഭാവ സമന്വിതഃ. അതുകൊണ്ട് എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇവൻ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം ഭഗവാനിൽ തന്നെയാണ് വന്നത്. അതാണ് ശാസ്ത്രിക് റെഫറൻസ് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഉത്ഭവം ഭഗവാനിൽ നിന്നാണ്. എല്ലാറ്റിനും ഇവൻ ബ്രഹ്മാവിൻ്റെ ജന്മം മുതൽ, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ജന്മം നൽകുന്നത് മുതൽ എല്ലാം ഭഗവാനാണ് ജന്മം നൽകുന്നത്. ഭഗവാന്റെ ഓരോരോ അംശങ്ങളും, അതായത് പറയുന്നത് ഈ 33 കോടി ദേവന്മാരും ഭഗവാനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് എന്ന് പറയുന്നു. അതായത് നാരായണനും ഭഗവാനിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഭഗവാൻ അവിടെ നിന്ന് ഭഗവാൻ ബ്രഹ്മാവിനെയും പ്രജാപതികളെയും ഇന്ദ്രനെയും വസുക്കളെയും രുദ്രനെയും ആദിത്യനെയും എല്ലാവരെയും ഭഗവാനാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ 33 കോടി ദേവന്മാരും ദേവതകളും വരുന്നത് ഭഗവാനിൽ നിന്നാണ്. ആ ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ദേവകിയുടെ പുത്രനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവൻ ശങ്കരാചാര്യർ പോലും ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. ശങ്കരാചാര്യ എവിടെയാണ് അംഗീകരിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? എവിടെയാണ് ശങ്കരാചാര്യ അത് അംഗീകരിക്കുന്നത്? ഭജഗോവിന്ദം
ഗീതാമഹാത്മ്യത്തിൽ, യെസ്, എന്താണ് ഗീതാമഹാത്മ്യത്തിൽ പറയുന്നത്? എന്താണ് ഏകം ദേവോ ഗീതാമഹാത്മ്യം? ഉപനിഷോ ഗാവോ ഏകം ദേവോ ദേവകി പുത്ര ഏവ. ബാക്കി ബാക്കിയുള്ള ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം കർമാപി തസ്യ ഏകം ദേവസ്യ. തസ്യ ദേവസ്യ സ്നേഹം. Yes. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്ര ഏവ. വളരെ സ്പഷ്ടമായിട്ട് ശങ്കരാചാര്യ പറഞ്ഞു വെച്ചതാണിത്. അപ്പൊ അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നു. അദ്വൈത സിദ്ധാന്തങ്ങൾ ഈ ഭൂമിയിൽ കൊണ്ടു തന്ന അതേ വ്യക്തി തന്നെ പറയുകയാണ് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ. ഒരേ ഒരു ദേവനയുള്ളത് കൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഗീത മാത്രമാണ് ഒരേ ഒരു ഗ്രന്ഥം. ഏകോ ദേവോ ദേവകി പുത്രയേവ ഏകോ മന്ത്രസ്തസ്യ നാമാനിയാനി. ഒറ്റ മന്ത്രമേ ഉള്ളത്, അവന്റെ പേരാണ്. അതാണ് കൃഷ്ണൻ. അതുപോലെ തന്നെ ഭജഗോവിന്ദത്തെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സോ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന അഡ്വൈസ് അത് നമ്മളിപ്പോ കണ്ടു. എന്താണ് പറഞ്ഞത്? ആ ഭഗവത്ഗീതയിൽ ആ ശ്ലോകം കണ്ടിട്ട് പറഞ്ഞപ്പം ഇങ്ങനെ പറയുന്നത്, അതായത് ഓരോ ദേവി ദേവന്മാര് അവരെ ഭജിക്കുന്നത് കൊണ്ട് നമ്മൾ നേടുന്ന സുഖം അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്നത് ക്ഷണഭങ്കുരമാണ്, അല്ലെങ്കിൽ ക്ഷണിക നേരമാണ്. ക്ഷണിക നേരം എന്ന് പറയുമ്പോൾ മാക്സിമം ടു മാക്സിമം നമ്മൾ അനുഭവിക്കുന്നത് ഈ ശരീരം ഉള്ളിടത്തോളം കാലമാണ്. പക്ഷെ ഈ ശരീരം ഉള്ളിടത്തോളം കാലം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വലിയൊരു സംഭവം, അല്ലെങ്കിൽ ഒരു 70 വയസ്സ് വരെ, അല്ലെങ്കിൽ 80 വയസ്സ് വരെ, അല്ലെങ്കിൽ 100 വയസ്സ് വരെ ഉണ്ടാകും എന്ന് വിചാരിക്കുക. പക്ഷെ ഈ 100 വയസ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്രിയേഷൻ മുതൽ അനിഹിലേഷൻ വരെ നമ്മൾ സമയം നോക്കിയാൽ ഇത്രേ ഉള്ളൂ ഈ 100 വർഷം. അതാണ് ക്ഷണഭങ്കുരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടോട്ടൽ ഡ്യൂറേഷൻ വെച്ച് നോക്കിയാൽ ഈ 100 വർഷം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു സമയമാണ്. എൻറ്റയർ മെറ്റീരിയൽ വേൾഡിന്റെ ക്രിയേഷൻ മുതൽ അനിഹിലേഷൻ വരെ നമ്മൾ നോക്കിയാൽ ഈ 100 വർഷം എന്ന് പറയുന്നത് ഒന്നുമില്ല. കാരണം ബ്രഹ്മാവിന്റെ വയസ്സിനെ കുറിച്ച് നമുക്കറിയാം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നോക്കിയാൽ നമുക്കത് ഈ ഭൗതികപരമായ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്നുമില്ല. അത് വെറും ക്ഷണഭങ്കുരമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് എല്ലാം ശരണം പ്രാപിച്ച്, ഭഗവാൻ എല്ലാം ശരണം അടിഞ്ഞ്, ഭഗവാനിലേക്ക് എല്ലാം വെടിഞ്ഞ് ഭഗവാനിൽ മാത്രം ശരണം പ്രാപിക്കണമെന്ന് 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ പറയണമെന്ന് നമ്മൾ പറഞ്ഞു എന്ന് നമ്മൾ ഇപ്പൊ കാണുകയുണ്ടായി. ഇനിയും ഭഗവാനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഹിയർ. ആരിൽ നിന്ന് നമ്മൾ കേൾക്കണം? അതിനാണ് ഗുരു പരമ്പരാ സിസ്റ്റം. ആ എന്താ പറയാ, യഥാർത്ഥമായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ ആ ജ്ഞാനം നമ്മൾ നേടുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ ജ്ഞാനം നമുക്ക് നേടാൻ സാധിക്കും. ആ ഒരു യഥാർത്ഥ ജ്ഞാനത്തിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ പോലും, നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ പോലും തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് യഥാർത്ഥമായ രീതിയിൽ നമുക്ക് ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർഗത്തിലൂടെ മാത്രം പോയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ ഭാവാർത്ഥം വലിയൊരു ഭാവാർത്ഥമാണ്. നമ്മളത് കുറച്ച് സംക്ഷിപ്തമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അവിടെ പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിരിക്കുന്നത് പോലെ ചെടികളുടെ വേരിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് എല്ലാ സ്ഥലത്തും ഫലഭൂയിഷ്ടമാകുന്നു, കാരണം എല്ലാവരും സംതൃപ്തിയാകുന്നു. അതുപോലെ തന്നെ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ പൂജിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ അംശമായ എല്ലാ ജീവജാലങ്ങളും സംതൃപ്തി അടയുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പല ആവർത്തി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ശ്രീല പ്രഭുപാദ് ഇവിടെ ഈ ഭാവാർത്ഥത്തിലും വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംഭൂത അസംഭൂത എന്ന് പറയുന്ന ഈ 2 വാക്കുകളിൽ നിന്ന് പൂർണ്ണ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂജിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടം, അല്ലെങ്കിൽ നമ്മൾ എത്തുന്ന സ്ഥാനം ഏതാണ് എന്നും, അന്യ ദേവതമാരെ പൂജിക്കുമ്പോൾ നമ്മൾ നേടുന്ന ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നമ്മൾ ആരെ ആണ് പൂജിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സോ നമുക്ക് അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അതായത് രാജസികവും താമസികവുമായ പ്രകൃതി ഗുണങ്ങളാൽ മലീമസമാക്കപ്പെട്ട ഭക്ത ഹൃദയങ്ങളെ ഭഗവാന്റെ ആന്തരിക പ്രചോദനങ്ങൾ പവിത്രീകരിക്കുന്നു. അത് തുടങ്ങുന്ന വായിക്കട്ടെ പ്രഭു? വായിച്ചിട്ട് ഹരേ കൃഷ്ണ. രാജസികവും താമസികവുമായ ഭൗതിക ഗുണങ്ങളാൽ മലീമസമാക്കപ്പെട്ട ഭക്തഹൃദയങ്ങളെ ഭഗവാന്റെ ആന്തരിക പ്രചോദനങ്ങൾ പവിത്രീകരിക്കുന്നു. അവിശ്വാസികൾ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും വശംവദരാണ്.
രജോ ഗുണത്തിൽ കുടുങ്ങിയ ഒരാൾക്ക് ഭൗതികാഭിലാഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ സാധ്യമല്ല. തമോ ഗുണത്തിൽപ്പെട്ടുപോയ ഒരുവന് തന്നെയോ ഈശ്വരനെയോ കുറിച്ചറിയാൻ കഴിയുകയില്ല. രജസ്തമോ ഗുണങ്ങളിൽപ്പെട്ടവർക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള അവസരമില്ല. എന്നിരുന്നാലും അവർ മതവിശ്വാസികളായി നടിച്ചേക്കാം. ഒരു ഭക്തന് ഭഗവത്കരുണയാൽ രജോ ഗുണവും തമോ ഗുണവും നീങ്ങിക്കിട്ടുന്നു. ഇത്തരത്തിൽ ഭക്തൻ ബ്രാഹ്മണ ലക്ഷണ സത്വഗുണത്തിൽ അധിഷ്ഠിതനായി തീരുന്നു. വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിലൂടെ ഭക്തി സേവനത്തിന്റെ പാത പിന്തുടർന്നാൽ ഏവർക്കും ബ്രാഹ്മണൻ എന്ന യോഗ്യത നേടാം. ശ്രീമദ് ഭാഗവത പ്രകാരം പറയുന്നു: ഹിരാത ഹൂണാണ്ഡ പുളിന്ത പുൽക്കശ അപീര ശുംഭ യവനാകസാദയ യേ അന്യജ പാപ യഥപാശ്രയാശ്രയ ശുദ്ധന്തി തസ്മൈ പ്രഭ വിഷ്ണവേ നമഃ. താഴ്ന്ന കുലത്തിൽ ജാതനായ ഒരു വ്യക്തിക്ക് പോലും ശുദ്ധഭക്തന്റെ മാർഗനിർദ്ദേശത്താൽ പരിശുദ്ധനാകാൻ കഴിയും. ഭഗവാൻ ഒരു അസാധാരണ ശക്തിമാനാണ്. ഒരാൾ ബ്രാഹ്മണീയ ഗുണങ്ങൾ കൈവരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തിസേവനം അർപ്പിക്കുന്നതിൽ സന്തോഷവും ഉത്സാഹവും സിദ്ധിക്കുകയായി. ഈശ്വരജ്ഞാനം സ്വയമേവ അയാളുടെ മനസ്സിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ഈ ശരിയായ ശാസ്ത്രം ഗ്രഹിക്കുന്നതിലൂടെ ഒരാൾ അനുക്രമം ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവുന്നു. പ്രഭുവിന്റെ കാരുണ്യത്താൽ കലുഷിതമായ മനസ്സ് സ്ഫടികം പോലെ ശുദ്ധമാവുകയും ചെയ്യുന്നു. ഒരാൾ ഈ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് മുക്തനാവാനും ജീവിതത്തിന്റെ ഓരോ ചുവടുവയ്പിലും ഭഗവാനെ ദർശിക്കുവാനും കഴിയും. ഇതാണ് ഈശോപനിഷത്തിലെ ഈ മന്ത്രത്തിൽ വിവരിച്ചിട്ടുള്ള സംഭവം എന്നതിന്റെ പരിപൂർണത. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതി. നമുക്ക് അവരുടെ സമ്മറി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, സത്വ രജസ് തമോ ഗുണങ്ങൾ, അപ്പൊ ഇതിൽ രജോ ഗുണമോ തമോ ഗുണമോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ നമ്മുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നവിടെ പറയുന്നുണ്ട്. അതായത് എത്രമാത്രം ആധ്യാത്മികപരമായിട്ട്, അതല്ലെങ്കിൽ ദ സോ കോൾഡ് ആധ്യാത്മികത, ഞാൻ ആധ്യാത്മികത എന്ന് വാക്ക് ഉപയോഗിച്ചെങ്കിലും അതിനെ പ്രോപ്പർ ആധ്യാത്മികമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു റിലീജിയസ് ആണെന്ന് പറയാം. ഒരു മതപരമായ കാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എത്രമാത്രം മതപരമായ കാര്യങ്ങൾ ചെയ്തു, അമ്പലത്തിൽ പോകുന്നു, ഈവൻ ഭാഗവത സപ്താഹം കേൾക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഫ് ഹി ഈസ് ഇൻ എ രജോ ഗുണ ഓർ തമോ ഗുണ, രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ആധ്യാത്മിക ഉന്നതി ലഭിക്കുകയില്ല. അതുകൊണ്ട് ചില പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അറ്റ്ലീസ്റ്റ് നമ്മൾ സത്വഗുണത്തിലെങ്കിലും നമ്മൾ വർത്തിക്കണം. നമ്മൾ സത്വഗുണത്തിലെങ്കിലും ആണെങ്കിൽ മാത്രമേ നമുക്ക് ആധ്യാത്മികതയിലേക്ക്, ശുദ്ധ സത്വത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം വി ഷുഡ് ബി ഇൻ ദ ലെവൽ ഓഫ് സത്വഗുണം. അപ്പൊ സത്വഗുണത്തിലുള്ള ഒരുവനാണ് എന്നെങ്കിൽ ഒരു കാലാന്തരങ്ങളിൽ അല്ലെങ്കിൽ കാലക്രമേണ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് മുകളിലേക്ക് ഉയരാൻ സാധിക്കും. അതിന് താഴെ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് മുകളിലോട്ട് പോകാൻ സാധിക്കത്തില്ല, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. വി ഡോണ്ട് നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അതാണ് പറയുന്നത്. നമുക്ക് ശരി ഏത് തെറ്റേത് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ള വസ്തുതയാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒന്നുകൂടി ഞാൻ അത് വായിക്കട്ടെ, ക്ഷമിക്കുക. അതായത് one who is in passion or ignorance cannot attain self-realization despite acting as a religionist. Passion doesn't allow one to be detached from material hankering, and ignorance doesn't allow one to know what one is or what Lord is. സ്വയം തിരിച്ചറിയാനോ ഭഗവാനെ തിരിച്ചറിയാനോ കഴിയാത്തൊരവസ്ഥയാണ് തമോ ഗുണം എന്ന് പറയുന്നത്. രജോ ഗുണത്തിലാണെങ്കിലോ അവന്റെ ഭൗതികപരമായ ആസക്തിയിൽ നിന്ന് അവന് വിട്ടുപിരിയാൻ സാധിക്കുകയില്ല. ഈ രണ്ടവസ്ഥയാണ് എങ്കിൽ പോലും സെൽഫ് റിയലൈസേഷന് അതൊരു ബാധയാണ്, അല്ലെങ്കിൽ അതൊരു വിഘ്നമാണ്, അല്ലെങ്കിൽ അതൊരു തടസ്സമാണ്. കാരണം ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റാച്ച്മെന്റ് ആണ്. ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ഡിറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരുവന് തീർച്ചയായിട്ടും അവൻ രജോ ഗുണത്തിലാണ് എന്ന് പറയാം. രജോ ഗുണത്തിലാണെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് മെറ്റീരിയൽ ആയിട്ടുണ്ടാവുന്നു. തമോ ഗുണത്തിലാണെങ്കിൽ he will never be able to identify himself to be the soul.
തമോ ഗുണത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും താൻ ശരീരമല്ല ആത്മാവാണ് എന്ന തോന്നലിൽ എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ അസാധ്യമാണ് എന്നാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. ആൻഡ് വൺ കനോട്ട് so ignorance doesn't allow one to know what one is or what the Lord is. അത് പറ്റത്തില്ല എന്നല്ല, തമോ ഗുണം അല്ലെങ്കിൽ the mode of ignorance will not allow that person to know what he is and what the Lord is. അത്രയും ഇതിനെക്കാട്ട് ക്ലിയർ ആകാൻ എനിക്ക് തോന്നില്ല വേറെ എന്ത് ഉണ്ട് എന്ന് ചില പ്രഭു അത് വളരെ സ്പഷ്ടമായിട്ട് അതിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ ചില പ്രഭു എപ്പോഴും പറയുന്നത് അറ്റ്ലീസ്റ്റ് വി ഷുഡ് ട്രൈ ടു ബി ഇൻ സത്വഗുണ എന്ന് ചില പ്രഭു എപ്പോഴും പറയുന്നത്. ഒരാൾ ബ്രാഹ്മണീയ ഗുണങ്ങൾ കൈവരിച്ചു കഴിഞ്ഞാൽ ഭഗവാന് ഭക്തിയുത സേവനം അർപ്പിക്കുന്നതിൽ സന്തോഷവും ഉത്സാഹവും സിദ്ധിക്കുകയായി. ഈശ്വരജ്ഞാനം സ്വയമേവ അയാളുടെ മനസ്സിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ഈ ശരിയായ ശാസ്ത്രം ഗ്രഹിക്കുന്നതിലൂടെ ഒരാൾ അനുക്രമം ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവുന്നു. പ്രഭുവിന്റെ കാരുണ്യത്താൽ കലുഷിതമായ മനസ്സ് സ്ഫടിക തുല്യം ശുദ്ധമാവുകയും ചെയ്യുന്നു. ഭഗവാനിൽ നമ്മൾ ദൂരെ പോകുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കൽമഷമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഭഗവാനോട് അടുത്തിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ സാധിക്കുകയും ചെയ്യും, നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യപ്പെടുന്നു. അയാൾക്ക് മുക്താത്മാക്കാകാനും ജീവിതത്തിന്റെ ഓരോ ചുവടുവയ്പ്പിലും ഭഗവാനെ ദർശിക്കാനും കഴിയും. ഇതാണ് ഈശോപനിഷത്തിലെ ഈ ബന്ധത്തിൽ വിവരിച്ചിട്ടുള്ള സംഭവ എന്നതിന്റെ പരിപൂർണത. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീ 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 ഈശോപനിഷത്ത് കി ജയ്. ശില പ്രഭുപാദ് കി ജയ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ധന്യവാദ്. പ്രണാം. Any questions? So Hare Krishna. Where questions on the Krishna bro, ധന്യവാദ് പ്രണാം. ക്വസ്റ്റ്യൻ ഒന്നുമില്ല ബ്രോ. ഹരേ കൃഷ്ണ. എല്ലാം മനസ്സിലായി ബ്രോ. ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ ഇല്ല. ഫുൾ മനസ്സിലായല്ലേ? മനസ്സിലായി. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. സോ വന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. വളരെ സന്തോഷം. കൃഷ്ണ ഇന്ന് നമുക്ക് ക്ലാസ് നൽകിയത് ഇസ്രേസ് അതിചന്ദ്ര ഗോവിന്ദദാസ് പ്രഭു ആണ്. പ്രഭുവിനെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഒരു തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇതിൽ പങ്കെടുത്ത ഭക്തന്മാരുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് ഒരു തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇസോളിനസ് ഗുരു മഹാരാജിന് വേണ്ടി 3 തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഒരു തവണ വൈഷ്ണവ പ്രണാമ മന്ത്രം ജപിക്കാം. വാഞ്ചാകൽപതരൂപശ്ച സിന്ധുഭ്യഃ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തപുരി വൈഷ്ണവ വൃന്ദ की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. जय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्ण प्रभु प्रणाम. प्रणाम प्रभु जी. कृष्ण. इंडी तोटे